ഹലോ മക്കളെ, ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിങ്. സാലിഹ് സാറാണ്. നമ്മൾ ഇന്ന് ഫിസിക്സിലെ ബേസിക് ആണ് നോക്കുന്നത് കേട്ടോ. മക്കളൊക്കെ ഓക്കെ ആണോ? സെറ്റ് ആണോ? ഉഷാറായിട്ട് ഇരിക്കുകയാണോ? ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? അപ്പോ ഫിസിക്സിലെ ബേസിക് ഫിസിക്സിലെ ബേസിക് എന്ന് പറയുമ്പോൾ ഏത് ചാപ്റ്റർ ആണ്? നിങ്ങൾ കാണുന്നുണ്ടാകും. സൗണ്ട് വേവ്സ്. എന്താണ് സൗണ്ട് വേവ്സ്? ശബ്ദ തരംഗങ്ങൾ. സർ മനസ്സിലായി. ശബ്ദം പറഞ്ഞ ചാപ്റ്റർ ഞങ്ങൾ എവിടെയോ കേട്ട ഫീൽ ഉണ്ട്. നിങ്ങൾ എവിടെയോ അല്ല കേട്ടത്, നിങ്ങൾ 9th 8th ചാപ്റ്റർ ആണ് പഠിച്ചത് അല്ലേ? ലാസ്റ്റ് ചാപ്റ്റർ ശബ്ദം അല്ലെങ്കിൽ സൗണ്ട് എന്ന ചാപ്റ്റർ പഠിച്ചിട്ടുണ്ടാവും. സർ എനിക്ക് ഓർമ്മ കിട്ടുന്നുണ്ട്. പക്ഷെ ഞങ്ങളന്ന് പഠിച്ചില്ല, ഞങ്ങളൊന്നും ശ്രദ്ധിച്ചില്ല, ഞങ്ങളത് ക്ലാസ്സിൽ പോയില്ല, ഞങ്ങൾ പഠിച്ച് മറന്നു പോയിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകും. നിങ്ങളൊന്നും പ്രശ്നമാക്കണ്ട. അതിന്റെ ബേസിക് മാത്രമാണെന്ന് പറയുന്നത്. നമ്മൾ ഈ ചാപ്റ്റർ നമ്മൾ എടുക്കണില്ല, ഈ ചാപ്റ്റർക്ക് വേണ്ടി ബേസിക് മാത്രം. ഓക്കെ സർ, ക്ലിയർ ആണ്. അപ്പൊ ഞങ്ങൾക്ക് സെറ്റാണ്, ഞങ്ങൾക്ക് സമാധാനം ഉണ്ട്. നിങ്ങൾ പറഞ്ഞുതരാമല്ലോ. അപ്പൊ ശ്രദ്ധിക്കുക. അപ്പൊ സർ, ഒന്നാമത്തെ ചാപ്റ്റർ സൗണ്ട് വേവ്സ് ആണെന്നുണ്ടെങ്കിൽ 2ഉം 3ഉം ചാപ്റ്ററുകളൊക്കെ ഏതാണ് ജസ്റ്റ് ഒന്ന് നോക്കാം. രണ്ടാമത്തെ ചാപ്റ്റർ ആണ് ലെൻസസ് അല്ലെങ്കിൽ ലെൻസുകൾ. മൂന്നാമത്തെ ചാപ്റ്റർ ആണ് ദ വേൾഡ് ഓഫ് കളേഴ്സ് ആൻഡ് വിഷൻ അല്ലെങ്കിൽ കാഴ്ചയും വർണ്ണങ്ങളുടെ ലോകവും. നാലാമത്തെ ചാപ്റ്റർ ആണ് മാഗ്നറ്റിക് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറന്റ് അല്ലെങ്കിൽ വൈദ്യുതിയുടെ കാന്തിക ഫലം. ഓക്കെ സർ. അപ്പൊ സർ, ഈ ചാപ്റ്ററിനെ കുറച്ച് കട്ടിയാണോ? കട്ടിയൊക്കെ തന്നെയാണ്, കുറച്ചൊക്കെ പ്രശ്നം ഉണ്ട് ഫിസിക്സ്. പക്ഷെ നമ്മളെ കൂടെ നിങ്ങൾ പഠിക്കാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 100% ആണ് ഫിസിക്സിൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കാരണം. ഓക്കെ സർ, ഞങ്ങൾ ക്ലിയർ ആണ്, മനസ്സിലാവുന്നുണ്ട്. നിങ്ങളെ കൂടെ തന്നെ ഉണ്ട് അല്ലേ? നമുക്ക് മെല്ലെ മെല്ലെ നോക്കാം. നമ്മുടെ ചാപ്റ്റർ ശബ്ദമാണല്ലോ, സൗണ്ട് ആണല്ലോ. വേവ്സ് അവിടെ നിൽക്കട്ടെ, ഇവിടെ വേവ്സ് എന്നൊക്കെ ഉണ്ട്, തരംഗങ്ങൾ അവിടെ നിൽക്കട്ടെ. അപ്പൊ സൗണ്ട് മാത്രം നമ്മൾ എന്ത് ചെയ്യുക, കഴിഞ്ഞ വർഷം പഠിച്ച കാര്യങ്ങൾ മാത്രം നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് നോക്കാം. ഓക്കെ സർ, സെറ്റ്. എടാ, ഇവിടെ ഒരു കുട്ടിയെ ആരാട്ടുന്നുണ്ട്? കൊതുക് ആട്ടുന്നുണ്ട്. അപ്പൊ കുട്ടി എന്ത് പറയാണെന്നോ? അയ്യോ അമ്മേ അല്ലേ? അയ്യോ എന്താ പറയുന്നത്? അയ്യോ എന്ത് പറയുന്നുണ്ട്? അയ്യോ അയ്യോ എന്ന് സൗണ്ട് ആക്കുന്നു. അപ്പൊ നോക്കിക്കോളൂ, കുട്ടി അയ്യോ എന്ന് സൗണ്ട് ആക്കുമ്പോ കൊതുക് എന്നുണ്ട് ഹൂ എന്നും പറയുന്നുണ്ട്. സർ, രണ്ടുപേരുടെയും സൗണ്ട് ഒരുപോലെ അല്ലല്ലോ. അല്ല, ഒരുപോലെ ഒന്നല്ല. രണ്ടുപേരുടെയും സൗണ്ട് ഒരുപോലെ ഒന്നല്ല. കുട്ടി നല്ല സൗണ്ട് ആവുന്നുണ്ട്, കുട്ടിന്റെ ഹൈ സൗണ്ടാ. കൊതുകിന് അത്ര കേൾക്കണമെന്നില്ലല്ലോ. ഇല്ല. അപ്പൊ സർ, സൗണ്ട് എല്ലാവർക്കും ഒരേപോലെ ഉണ്ടാക്കാൻ വേണ്ടി പറ്റൂല? അങ്ങനൊന്നും പറ്റൂല. സൗണ്ട് വലിയ സംഭവമാണ്, സൗണ്ട് വലിയ സംഭവം തന്നെയാണ്. അപ്പൊ സർ, എന്താണ് സൗണ്ട്? അതാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. എന്താണ് സൗണ്ട്? ഞാൻ പറയാണ്, സൗണ്ട് പറഞ്ഞാൽ കമ്പനമാണ്, വൈബ്രേഷൻ ആണ്. സർ, അതെങ്ങനെ വൈബ്രേഷനോ? നമ്മളെ ഫോൺ ഇങ്ങനെ വൈബ്രേറ്റ് സർ, അപ്പൊ സൗണ്ട് ആവാറുണ്ട്? ഉണ്ട്. സർ, മനസ്സിലായില്ല. എടാ, ഇപ്പൊ നിങ്ങൾ ഹലോ എന്ന് പറഞ്ഞു നോക്കി, ഇവിടെ തൊട്ടുനോക്കി, ഇവിടെ തൊട്ടുനോക്കി. ഇതിങ്ങനെ കമ്പനം ചെയ്യുന്നുണ്ടാവും, വൈബ്രേറ്റ്. തരിപ്പുണ്ടാവും, തരിപ്പ് എന്ന് പറയും നമ്മള്. വൈബ്രേറ്റ് ചെയ്യുന്നുണ്ടാകും അല്ലെങ്കിൽ കമ്പനം ചെയ്യുന്നുണ്ടാവും. നിങ്ങൾ എന്ത് സൗണ്ട് വായുണ്ടാക്കി നോക്കി, ഇതിവിടെ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യും. അപ്പൊ ഈ വൈബ്രേഷൻ ആണ് ശരിക്കും നമ്മുടെ ടങ്കിലേക്കും ലിപ്പിലേക്കും വരുന്നത്. ഇത് വൈബ്രേറ്റ് ചെയ്യും, നമ്മുടെ ലിപ്പ് വൈബ്രേറ്റ് ചെയ്യും, നമ്മുടെ നാവ് വൈബ്രേറ്റ് ചെയ്യും, ലിപ്പ് വൈബ്രേറ്റ് ചെയ്യും. ഇവിടെ ഒക്കെ ഇപ്പൊ എന്തുണ്ട്? എയർ ഉണ്ട്. അപ്പൊ ഈ എയറും ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യും. അങ്ങനെ വൈബ്രേറ്റ് ചെയ്ത് ഇവിടുന്ന് സൗണ്ട് അല്ല കേട്ടോ, ഇവിടെയൊക്കെ വൈബ്രേഷൻ മാത്രമേ ഉള്ളൂ. സൗണ്ട് എപ്പോഴൊന്നും ഉണ്ടായില്ല. നമ്മൾ ചെവിന്റെ അടുത്തേക്ക് എത്തും. ചെവിയിൽ എന്തുണ്ട്? ഡയഫ്രം പറഞ്ഞ സാധനം ഉണ്ട്. നമ്മുടെ JBL കണ്ടില്ല, അവിടെ കണ്ടില്ല ഒരു സാധനം അങ്ങനെ ആവുന്നത്. അതേപോലെ ഇവിടെ ഡയഫ്രം പറഞ്ഞ സാധനം ഉള്ളിലുണ്ട്. നിങ്ങൾ ബയോളജി പഠിച്ചില്ലെങ്കിൽ ചെവിയുടെ ഘടനയൊക്കെ ഈ വർഷം പഠിക്കുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്യും? നമ്മുടെ ചെവിയുടെ ഉള്ളിൽ വൈബ്രേറ്റ് ഇങ്ങനെ സാധനം ഇങ്ങനെയാണ് സാധനം, അതിങ്ങനെ വൈബ്രേറ്റ് ചെയ്യും, കമ്പനം ചെയ്യും. അപ്പൊ അത് നമ്മുടെ ചെവിയിലേക്ക്, നമ്മുടെ തലച്ചോർക്ക് പോകും. തലച്ചോറാണ് സൗണ്ട് ആയിട്ട് കേൾപ്പിച്ചു തരുന്നത്. സർ, മനസ്സിലായി. സർ, അപ്പൊ ഞങ്ങളുടെ ഡൗട്ട് ഒന്നും കൂടി ക്ലാരിറ്റിക്ക് പറഞ്ഞിരി. എടാ, ഇവിടെ നോക്കി, കുട്ടി ഇൻസ്ട്രുമെന്റ് വായിക്കുന്നുണ്ട്. ഇൻസ്ട്രുമെന്റ് വായിക്കുമ്പോ എന്ത് സംഭവിക്കണത്? ഈ ഇൻസ്ട്രുമെന്റ് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്നു. അപ്പൊ എടുത്തുള്ള എയർ മോളിക്യൂൾസ് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ചെവി ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അത് ഇങ്ങനെ നേരെ എങ്ങോട്ട് പോകാണ്? തലച്ചോറിലേക്ക് ഇങ്ങനെ പോവാണ്. സർ, അപ്പോ സർ, ഈ ലിപ്പ് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുമ്പോ എങ്ങനെയാണ് സാർ എയർ മോളിക്യൂൾ വൈബ്രേറ്റ് ചെയ്യുക? ഇവിടെ ലിപ്പിനടുത്തില്ല ആള് ലെയർ. ഇപ്പൊ എനിക്ക് ഷോക്ക് അടിച്ച് വിചാരിച്ചോളൂ, നല്ല കാര്യം അല്ലെ? എനിക്ക് ഷോക്ക് അടിച്ച് ഞാൻ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യും. അപ്പൊ എന്നെ തൊട്ടാക്കും ഈ വൈബ്രേറ്റ് ചെയ്യും. അപ്പൊ എന്നെ എടുത്തില്ല ആളും ഞാൻ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ എന്റെ തൊട്ടടുത്ത ആളും ചെയ്യും വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ എന്റെ ലിപ്പ് വൈബ്രേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ തൊട്ടടുത്ത എയർ ആണ്, എയർ വൈബ്രേറ്റ് ചെയ്യും. എയർ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്ത് എയറിന്റെ തൊട്ടടുത്തിന് ആരുണ്ട്? ഡയഫ്രം ഉണ്ട്. ഇവിടെ വരെ എയർ ആണ്. അപ്പൊ ഡയഫ്രം വൈബ്രേറ്റ് ചെയ്യും, കമ്പനം ചെയ്യും. സർ, മനസ്സിലായി. അപ്പൊ ഞാൻ കൈയൊട്ടി, ഇപ്പൊ നിങ്ങൾ സൗണ്ട് കേട്ടിട്ടുണ്ടാവും. അപ്പൊ എന്റെ രണ്ട് കൈ എന്ത് ചെയ്യുന്നുണ്ട്? വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ സൗണ്ട് കേൾക്കൂല. നിങ്ങൾ ചുമരുമ്പോ പോയി അടിച്ചു വെക്കുക. ചുമരുമ്പോ പോയി അടിക്കുമ്പോ ചുമര് വല്ല സൗണ്ട് കേൾക്കൂല, ഈ സൗണ്ടാണ് കേൾക്കൂല. എന്നാൽ ചുമര് അത്രത്തോളം വൈബ്രേറ്റ് ചെയ്യുന്നില്ല. നമ്മൾ കൈ വൈബ്രേറ്റ് ഉള്ള കുറച്ച്, ചുമര് കുറച്ച് വൈബ്രേറ്റ് ചെയ്യുള്ളൂ.
അപ്പൊ സൗണ്ട് കുറയും. അപ്പൊ സർ വൈബ്രേഷൻ ആണോ, കമ്പനമാണോ സൗണ്ട്? യെസ്, കമ്പനം തന്നെയാണ് എന്ത് സൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശബ്ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ സർ, ഇപ്പൊ മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ സർ നിങ്ങളെ കൈ ആർക്കും ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യിച്ചല്ലോ, അപ്പൊ ശരിക്കും പിന്നെ സൗണ്ട് കേൾക്കണമെന്നില്ലല്ലോ? ഇല്ല, കേൾക്കണമെന്നില്ല. പക്ഷേ അപ്പൊ സൗണ്ട് ഉണ്ടാകുന്നില്ല? ആ സൗണ്ട് ഉണ്ടാകുന്നുണ്ട്, വൈബ്രേഷൻസ് ഉണ്ട്, അവിടെ സൗണ്ട് ഉണ്ടാകുന്നുണ്ട്. പക്ഷേ മനുഷ്യന്മാർക്ക് എല്ലാ സൗണ്ട് എന്തില്ല കേൾക്കാൻ വേണ്ടിയിട്ട് പറ്റൂല. മനുഷ്യന്മാർക്ക് കേൾക്കാൻ പറ്റുന്ന സൗണ്ടാണ്, നോയിക്കോളൂ, 20 ഹെഡ്സിനും അതേപോലെ 20,000 ഹെഡ്സിനും ഇടയിലുള്ള സൗണ്ട് മാത്രമേ ആർക്ക് കേൾക്കുള്ളൂ? ഹ്യൂമൻ ഓഡിബിൾ ആവുള്ളൂ, മനുഷ്യന്മാരുടെ ശ്രവണ പരിധി എന്ന് പറയും. അപ്പൊ സർ എന്താണ് ഈ ഹെഡ്സ് പറഞ്ഞാൽ? എടാ ഹെഡ്സ് പറഞ്ഞാൽ സിമ്പിൾ ആണ്. ഇപ്പൊ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, ഒരു സെക്കൻഡ് പറഞ്ഞാൽ മനസ്സിലാവും ടൈമാണ്, ഒരു മീറ്റർ പറഞ്ഞാൽ മനസ്സിലാവും ലെങ്ത്, നീളാണ്. അതേപോലെ ഹെഡ്സ് പറഞ്ഞ സൗണ്ടിന്റെ ഒരു യൂണിറ്റ് ആണ് മനസ്സിലാക്കുക. സൗണ്ടിന്റെ പക്ക സൗണ്ട് ഒരു യൂണിറ്റ് ഒന്നല്ല, പക്ഷെ എന്നാലും സൗണ്ടുമായി ബന്ധപ്പെട്ട ഒരു യൂണിറ്റ് ആണ്. അപ്പൊ ഹെഡ്സിന്റെ സൗണ്ടിന് എന്തോ കാര്യമാണ് പറയുന്നത്, മനസ്സിലാക്കിച്ചാൽ മതി. ഓക്കെ സർ, ക്ലിയർ. അപ്പൊ സർ 20 ഹെഡ്സിന് താഴേക്കുള്ള സൗണ്ട് ഉണ്ടോ? ആ ഉണ്ട്. 20 ഹെഡ്സിന് താഴേക്കുള്ള സൗണ്ടിനെ വിളിക്കുന്ന പേരാണ് ഇൻഫ്രാസോണിക് സൗണ്ട്. എന്താണ്? ഇൻഫ്രാസോണിക് സൗണ്ട്. അങ്ങനെയാണ് സർ 26 ഹെഡ്സിന് മുകളിലേക്ക് സൗണ്ട് ഉണ്ടോ? ആ സൗണ്ട് ഉണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് അൾട്രാസോണിക്. എന്താണ്? അൾട്രാസോണിക് സൗണ്ട്. അപ്പൊ മനുഷ്യന്മാർക്ക് കേൾക്കാൻ പറ്റത്തേ ഉള്ളൂ 20 ഹെഡ്സിന് 20,000 ഹെഡ്സിന് ഇടയിലാണ്. അപ്പൊ ഞാൻ കൈ ഇങ്ങനെ കാട്ടിയപ്പോ ഇത് സൗണ്ട് ഉണ്ടാകുന്നുണ്ട്. അത് എന്തില്ല, 20 ഹെഡ്സിനും 20,000 ഹെഡ്സിനും ഇടയിലുള്ള സൗണ്ട് അല്ല, അതുകൊണ്ടാണ് കേൾക്കാത്തത്. ആ സർ, ഇപ്പൊ ക്ലിയർ ആണ്, മനസ്സിലാവുന്നുണ്ട്. അപ്പൊ സർ ഇൻഫ്രാസോണിക് സൗണ്ട് കേൾക്കുന്ന ആളുകളുണ്ടോ? ഉണ്ട്. അൾട്രാസോണിക് സൗണ്ട് കേൾക്കുന്നതോ? അതുണ്ട്. ഇതിന്റെ ഉപയോഗം ഉണ്ടോ? ഉപയോഗമുണ്ട്. അപ്പൊ നോയിക്കോളൂ, ഇതാണ് നമ്മൾ പറഞ്ഞത്, മനുഷ്യന്മാർക്ക് ഹ്യൂമൻ ഓഡിബിൾ ആയ സൗണ്ട് ആണ് 20 ഹെഡ്സും 20,000 ഹെഡ്സിനും ഇടയിൽ. 20 ഹെഡ്സിന് താഴെയുള്ള ഒരു സൗണ്ടിന് എക്സാമ്പിൾ ആണ് എന്താണ് അറിയോ? എന്താണ് സർ? എന്താണ്? സീസ്മിക് വേവ്സ്. എന്താണ്? ഇൻഫ്രാസോണിക് സൗണ്ടിന് നേരെ താഴെ കാണുന്നുണ്ടാകും. എന്താണ്? സീസ്മിക് വേവ്. എടാ ഈ ഭൂകമ്പങ്ങൾ, എർത്തി കുക്ക്, ഭൂമി കുലുങ്ങ, അപ്പൊ ഭൂമി എന്ത് തരിക്കും, വൈബ്രേറ്റ് ചെയ്യും. നമ്മൾ എന്ത് സൗണ്ട് കേൾക്കുള്ളൂ? ബിൽഡിംഗ് ഒക്കെ ഇവിടെ പൊളിഞ്ഞാണ് സൗണ്ട് കേൾക്കുള്ളൂ. ഭൂമി തരിക്കുന്ന ആരും കേൾക്കും, നമ്മൾ കേൾക്കുന്നില്ല. അത് ഇൻഫ്രാസോണിക്കാ. 20 ഹെഡ്സിന് താഴെയാണ്. എന്താണ്? 20 ഹെഡ്സിന് താഴെയാണ്. ആ സർ, മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ സർ അൾട്രാസോണിക് സൗണ്ടിന് എക്സാമ്പിൾ ആ ഡോഗിന്, ബാറ്റ്സിന്, വവ്വാലിനെ കേൾക്കാൻ വേണ്ടി പറ്റും. ഈ നായകളൊക്കെ കളിപ്പിക്കാൻ വേണ്ടി ഗായകൻ വിസിൽ ഉപയോഗിക്കാറുണ്ട്. നമുക്ക് കേൾക്കും. റിംഗ് മാസ്റ്റർ എന്ന ഫിലിമിലൊക്കെ ഉണ്ട്. നായകൾക്ക് മാത്രമേ കേൾക്കും, നമുക്ക് കേൾക്കൂല. ഓക്കെ സർ, മനസ്സിലായി. ജസ്റ്റ് ഇവിടെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചാപ്റ്ററിൽ പഠിക്കും. ഇൻഫ്രാസോണിക് ഡീറ്റെയിൽ ആയിട്ട് ചാപ്റ്റർ പഠിക്കും. ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. 20 ഹെഡ്സിന് താഴെയുള്ള സൗണ്ട് ആണ് ഇൻഫ്രാസോണിക്, മുകളിലെ സൗണ്ട് ആണ് അൾട്രാസോണിക്. മനസ്സിലാക്കുക. ഇത് മനുഷ്യന്മാർക്ക് കേൾക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കുക. മനുഷ്യന്മാർ കേൾക്കുക 20 ഹെഡ്സിനും 20,000 ഹെഡ്സിനും ഇടയിലാണ് മനസ്സിലാക്കുക. വൈബ്രേഷൻ ആണ്, കമ്പനമാണ്, എന്ത് ശബ്ദം എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. സെറ്റാണോ? ക്ലിയർ ആണോ മക്കളെ? അടിപൊളിയാണോ? സെറ്റാണോ? ഓക്കെ സർ, ക്ലിയർ ആണെന്ന് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെയാണ് സർ ഇൻഫ്രാസോണിക് ആണ്, സീസ്മിക് വേവ് ഒക്കെ നിങ്ങൾ പറഞ്ഞു. അങ്ങനെ അൾട്രാസോണിക്കിനെ കുറിച്ചൊരു കാര്യങ്ങളെന്ന് പറഞ്ഞിരി. എടാ യൂസസ് ഓഫ് അൾട്രാസോണിക് സൗണ്ട് കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കാറുണ്ട് എക്സാമിന്. ബേസിക്കലി ജസ്റ്റ് ഉൾപ്പെടുത്തിയുള്ളൂ. അൾട്രാസോണിക് ശബ്ദത്തിന് ഉപയോഗങ്ങൾ എന്തെല്ലാം? എന്ത് ഉപയോഗം എന്നോ, നമ്മുടെ കപ്പൽ ഇങ്ങനെ പോകുമ്പോൾ, പണ്ട് ടൈറ്റാനിക് എന്ത് മഞ്ഞുമയിൽ ഇടിച്ച് തകർന്നൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ കപ്പൽ ഇങ്ങനെ പോകുമ്പോൾ താഴെ എന്ത് ചെയ്യാൻ പാടില്ല, തടസ്സങ്ങളൊന്നും പാടില്ല, ആയം കുറയാൻ പാടില്ല. അപ്പൊ ആയം ഉണ്ടോ എന്നുള്ളത് ഇങ്ങനെ ആ കപ്പൽ ഓട്ടുന്ന ആളിങ്ങനെ ഒരു വടി ഇങ്ങനെ ഇട്ടൊക്കെ കാര്യം ആണോ? അല്ല, അങ്ങനെയൊന്നും അല്ല. ഇവിടെ എന്തെന്നോ, ഇവിടെ ഒരു അൾട്രാസോണിക് വിടുന്ന ഒരു എന്തുണ്ട്, ഒരു ഡിവൈസ് ഉണ്ട്. ഈ ഡിവൈസ് എന്ത് ചെയ്യും? അൾട്രാസോണിക് സൗണ്ടിന് എന്ത് ചെയ്യും? താഴേക്ക് വിടും. സൗണ്ട് ചെയ്യുന്ന ഒരു സ്ഥലത്ത് പോയിട്ട് തട്ടിയാണെങ്കിൽ തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരും. അപ്പൊ അങ്ങോട്ട് വിട്ട് തിരിച്ച് ഇങ്ങോട്ട് തന്നെ എത്താൻ എടുക്കുന്ന സമയം കാൽക്കുലേറ്റ് ചെയ്യും. സമയം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അതിന് ഡിസ്റ്റൻസ് കിട്ടും. അത് നിങ്ങൾ ഇപ്പൊ എന്ത് ചെയ്യണ്ട, അതിന് കാര്യമായിട്ട് എന്ത് ചെയ്യണ്ട, നിങ്ങൾ പ്രയാസപ്പെട്ട് ആലോചിക്കേണ്ട ആവശ്യമില്ല. ഇത് നമ്മളെ ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യം തന്നെയാണ്. എക്സാമിന് ഷുവർ ക്വസ്റ്റ്യൻ ആണ് ഇവിടുത്തെ കാൽക്കുലേഷൻ. സർ കാൽക്കുലേഷൻ ഉണ്ടോ? ഉണ്ട്, സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരും. ഇപ്പൊ ജസ്റ്റ് മനസ്സിലാക്കുക, അൾട്രാസോണിക് സൗണ്ട് വെച്ചിട്ടാണ് എന്ത് കപ്പൽ എന്ത് വേണ്ടി പോകുമ്പോൾ ആയം അളക്കുന്നത്, ഡെപ്ത് അളക്കുന്നത് മാത്രം മനസ്സിലാക്കി വെച്ചാൽ മതി. ക്ലിയർ ആണോ? ഓക്കെ, നമുക്ക് ക്ലിയർ ആണ്, നമുക്ക് സെറ്റ് ആണോ? ഓക്കെ സർ, സെറ്റ് ആണ്. എടാ വെക്കേഷൻ ആണ്, നന്നായിട്ട് പഠിക്കട്ടോ. ഇപ്പൊ പഠിക്കുന്ന ഊർജം പിന്നെ ഉണ്ടാവില്ല എന്തായാലും. ഇപ്പൊ നന്നായിട്ട് ഇരുന്ന് പഠിക്കണം. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? കൂടെ പൂര. അപ്പൊ ഇവിടെ ഇത്ര മനസ്സിലായി സർ. ഇവിടെ ഇങ്ങനെ ടൈം, ഇവിടുന്ന് അൾട്രാസോണിക് സൗണ്ട് ഇങ്ങോട്ട് വിട്ടു, താഴേക്ക് അൾട്രാസോണിക് സൗണ്ട് ഇങ്ങനെ വിട്ടു, തിരിച്ച് ഇങ്ങോട്ട് ഒരു ടൈം, അതായത് അൾട്രാസോണിക് സൗണ്ട് വിടുമ്പോൾ എന്ത് ചെയ്യും? ഇവിടെ മെഷീൻ എന്ത് ചെയ്യും? ടൈം ഓൺ ആയിക്കാരം, ഓട്ടോമാറ്റിക് ടൈം ഓൺ ആയിക്കാരം. തിരിച്ചത് എന്ത് ചെയ്യും? ആ ടൈം കിട്ടും.
അപ്പൊ സർ ടൈം കിട്ടിക്കഴിഞ്ഞാൽ അവിടേക്കുള്ള ഡിസ്റ്റൻസ് കിട്ടും? ആ കിട്ടും. അത് നമുക്ക് സിമ്പിൾ ആണ്. ഇക്വസ്റ്റ് കാണാൻ ഇപ്പോഴും എന്ത് ചെയ്യേണ്ട, കാര്യമായിട്ട് ബോധപ്പെടേണ്ട ആവശ്യമില്ല. ഓക്കെ സർ, ക്ലിയർ ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒന്ന് നോക്കുക, ഈ പിക്ചർ നോക്കിക്കോളൂ. ഈ പിക്ചറുകൾ കാണുന്നുണ്ടാകും. ഇപ്പോ ഈ ബഹിരാകാശ സഞ്ചാരികൾ അല്ലേ, ആസ്ട്രോണറ്റ്സ്, പിന്നെ സ്പേസിലേക്ക് പോകുമ്പോൾ അവർ കാണാം ഒരു മൈക്കും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം ഉപയോഗിച്ച് ഇങ്ങനെ പോകും. ഇവിടെ ഒരു മൈക്ക് എങ്ങനെ ഉണ്ടാവും അല്ലെ, ഒരു മൈക്ക് എങ്ങനെ ഉണ്ടാവും, ഇവിടെ ഒരു മൈക്ക് എങ്ങനെ വെച്ചിട്ടുണ്ടാവും, ഒരു മൈക്ക് നിങ്ങൾ ഇങ്ങനെ കാണുണ്ടാവും. ഇതിൽ കറക്റ്റായിട്ട് കാണുന്നുണ്ടോ അറിയില്ല, ഒരു മൈക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്തിനാണ് ഒരു മൈക്ക് ഉപയോഗിക്കുന്നത്? ഒരു കോമഡിയാണ്. ഇപ്പൊ ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടി എന്ത് ചെയ്തു, സ്പേസിലേക്ക് പോയിട്ട് ഞാൻ ബഹിരാകാശത്തിൽ കഴിഞ്ഞാൽ അവിടെ ശൂന്യതയാണ്. എന്ത് ബഹിരാകാശമാണ് അവിടെ ശൂന്യത, ഒരു വായു പോലെ അവിടെ ഇല്ല. ഞാൻ ഹലോ എൻ്റെ ഒരു ചങ്ങായിൻ്റെ അടുത്ത് തന്നെയാണ്, 1 സെന്റിമീറ്റർ അപ്പുറത്താണ്. അവരുടെ ഹലോ എന്ന് പറഞ്ഞു അവന് കേൾക്കുവോ? കേൾക്കൂല. ഞാൻ ഡാ എന്ന് പറഞ്ഞു, കേൾക്കുവോ? ഇല്ല, കേൾക്കൂല. ബഹിരാകാശത്ത് പോയിട്ട് സംസാരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കേൾക്കൂല. അതെന്ത് സർ? അതാണ് അവിടെ സൗണ്ടിന് സഞ്ചരിക്കാൻ ഒരു സ്ഥലമല്ല സർ. അവിടെ സ്ഥലമല്ല, അവിടെ ഇഷ്ടംപോലെ സ്ഥലമുണ്ടല്ലോ, ആൾക്കാർ പാറി കളിക്കണ കാണല്ലോ, അതൊക്കെ ഉണ്ട്. പക്ഷേ സൗണ്ടിന് സഞ്ചരിക്കാൻ എന്താവശ്യമാണ്? മീഡിയം ആവശ്യമാണ്. എന്താവശ്യമാണ്? ഒരു മീഡിയം ആവശ്യമാണ് സർ. മീഡിയോ, മാധ്യമം എന്ന് പറയും മലയാളത്തിൽ. എന്ത് പറയും? മാധ്യമം സർ. മാധ്യമോ? അതെന്താണ് സർ മാധ്യമം? എടാ, മീഡിയം അല്ലെങ്കിൽ മാധ്യമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക, വാഹനങ്ങൾക്ക് സഞ്ചരിക്കാൻ എന്താവശ്യമാണ് മക്കളെ? വാഹനങ്ങൾക്ക് സഞ്ചരിക്കാൻ എന്താവശ്യം? വാഹനങ്ങൾ സഞ്ചരിക്കാൻ കളറൊന്നും മാറ്റുന്നുണ്ട്. റോഡ് ആവശ്യമല്ലേ? റോഡ് ആവശ്യമല്ലേ? ആണ് സർ, റോഡ് ആവശ്യമാണ്. അപ്പൊ വാഹനങ്ങളുടെ മീഡിയമാണ് റോഡ്. ആ സർ, ക്ലിയർ ആണ്. അപ്പൊ വാഹനങ്ങൾക്ക് പോകാൻ ആവശ്യമായ സ്ഥലം അത്രയല്ലേ ഉള്ളൂ. അതാണ് മാധ്യമം. പോകാൻ ആവശ്യമായ ആ സ്ഥലത്തിന് വിളിക്കുന്ന പേരാണ് മാധ്യമം അല്ലെങ്കിൽ മീഡിയം. ഇപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ 9ാം ക്ലാസ് പഠിച്ചണം, 1ാമത്തെ ചാപ്റ്ററിലൊക്കെ പഠിച്ചില്ല മീഡിയം അല്ലേ? ഐവ, ഗ്ലാമർ, ദിയ, എയർ, വാട്ടർ, ഗ്ലാസ്, ഡയമണ്ട്. ഇപ്പൊ പറയണം, ജസ്റ്റ് പറഞ്ഞതാണ്. അല്ലെ, മീഡിയ ആണ്. പ്രകാശം കടന്നു പോകുന്നത് മാധ്യമങ്ങൾ, മീഡിയം. ഓക്കെ. അതേപോലെ സൗണ്ടിന് സഞ്ചരിക്കാൻ എന്താവശ്യമാണ്? മീഡിയ ആവശ്യമാണ്. അവിടെ എന്തില്ല? ബഹിരാകാശത്ത് എന്തില്ല? ശൂന്യതയാണ്, എയർ കിട്ടൂല. അതുകൊണ്ടാണ് ഇവിടെ ഇവരെന്ത് ചെയ്യുന്നത്? ശ്വസിക്കാനുള്ള വായു കൊടുത്ത് കൊണ്ടുപോകുന്നത്. ആണല്ലോ, ആണ്. അപ്പോൾ സൗണ്ടിന് സഞ്ചരിക്കാൻ എന്താവശ്യമാണ്? മീഡിയ ആവശ്യമാണ്. ആ സർ, മനസ്സിലായി. ഇപ്പൊ ക്ലിയർ ആയി വരുന്നുണ്ട്. നോയിക്കോളൂ മക്കളെ, നോയിക്കോളൂ. എടാ, സൗണ്ടിന് സഞ്ചരിക്കാൻ എന്താണ്? എയർ ആവശ്യമാണ്. എയർ കൂടെ മാത്രമാണ് സർ സൗണ്ട് സഞ്ചരിക്കുക? അല്ല, എയർ കൂടെ മാത്രം എന്നല്ല കേട്ടോ മക്കളെ, എയർ കൂടെ മാത്രം എന്നല്ല, സോളിഡ് കൂടെ, ഖരത്തിലൂടെ സഞ്ചരിക്കും. സോളിഡ് കൂടെ സഞ്ചരിക്കും. പിന്നെ ഗ്യാസ് ആണ് വാതകം. ഗ്യാസ് വായു ഒരു വാതകമാണ്, എയർ വാതകമാണ്. ലിക്വിഡ് ദ്രാവകത്തിലൂടെ സഞ്ചരിക്കും. ലിക്വിഡിലൂടെ സഞ്ചരിക്കും. ലിക്വിഡ് കൂടെ എന്ത് ചെയ്യും? നമ്മളെ ശബ്ദം സഞ്ചരിക്കും. നിങ്ങൾ വെള്ളത്തിൽ മുങ്ങുക, എന്നിട്ട് ഊറച്ചുണ്ടാക്കുക. അപ്പൊ മറ്റാൾക്ക് എന്ത് ചെയ്യും? കേൾക്കും. അപ്പൊ സർ, ഏറ്റവും കൂടുതൽ സ്പീഡിൽ സഞ്ചരിക്കുക ഏത് കൂടിയാണ്? ഏറ്റവും കൂടുതൽ സഞ്ചരിക്കുക ഏതാണ്? സോളിഡ് ആണോ, ലിക്വിഡ് ആണോ, ഗ്യാസ് ആണോ, ഖരമാണോ, ദ്രാവകമാണോ, വാതകമാണോ? ഇത് ഡൗട്ട് ഉണ്ടോ? ഖരം, ദ്രാവകം, വാതകം ഉണ്ടോ? ഖരം പറഞ്ഞാൽ എന്താണ്? ഇത് ഖര പദാർത്ഥമാണ്, ഷെയ്പ്പൊക്കെ ഉണ്ടാവും. സോളിഡ്, ലിക്വിഡ് ആണ് വെള്ളം പോലത്തെ ഉള്ളത്, ഗ്യാസ് ആണ് എയർ പോലെ ഉള്ളത്, ഇങ്ങനെ പറന്നു പോണത്. ഓക്കെ സർ, മനസ്സിലായി. അപ്പൊ സർ, എയർ കൂടെ അല്ലേ ഏറ്റവും സൗണ്ട് കേൾക്കുക? അല്ല, നമ്മൾ ഇവിടെ സൗണ്ട്, ഞാൻ സൗണ്ട് ആക്കുന്നത് എയർ കൂടെ അല്ലേ? ആണ്. പക്ഷെ ഏറ്റവും കൂടുതൽ സൗണ്ട് ആക്കുന്നോ? ഞാനിപ്പോ ഇവിടെ ഞാൻ നിന്നു, എന്നിട്ട് ഹലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറി വന്നാൽ ഒരു 100 മീറ്റർ അപ്പുറത്ത് കേട്ടാൽ കേട്ടു, അത്ര ഉണ്ടാവുള്ളൂ. പക്ഷേ ഞാൻ ഇവിടെ നിന്നു ഒരു കമ്പി എടുത്തു, ഒരു ഇരുമ്പിന്റെ കമ്പി ഇങ്ങനെ എടുത്തു, എന്നിട്ട് 5 കിലോമീറ്റർ ജസ്റ്റ് പറയാണ്, അല്ലെങ്കിൽ 1 കിലോമീറ്റർ അപ്പുറത്ത്, 2 കിലോമീറ്റർ അപ്പുറത്ത് ചങ്ങായി ഇങ്ങനെ നിന്നു. അവരോട് ചെവി വെക്കാം, ആ കമ്പിയിലേക്ക് ചെവി വെക്കാൻ വേണ്ടി പറഞ്ഞു. ഞാൻ ഇവിടെ ഒരു അടി ഇടിച്ചു കഴിഞ്ഞാൽ ഈ കമ്പിയിലൂടെ ഇങ്ങനെ പോയിട്ട് 2 കിലോമീറ്റർ അപ്പുറത്ത് എന്ത് ചെയ്യും? അതുകൊണ്ട് ചെയ്യും, കമ്പനി എന്ത് ചെയ്യും? ആ സൗണ്ട് എന്ത് ചെയ്യും? കേൾക്കും. അത് ഗരല്ലേ? കമ്പി ഗരല്ലേ? സോളിഡ് അല്ലേ? ആണ്. അപ്പൊ ഏറ്റവും കൂടുതൽ സ്പീഡ് കൂടെ പോവാ ഖരത്ത് കൂടെയാണ്. പിന്നെ ദ്രാവകമാണ്, പിന്നെയാണ് എന്തുള്ളൂ? എയർ ഉള്ളൂ, വാതകം ഉള്ളൂ, ഗ്യാസ് ഉള്ളൂ. അത് മനസ്സിലാക്കി വെക്കാം. ചെറുതൊക്കെ പഠിക്കാനുണ്ടോ? ഇല്ല, ജസ്റ്റ് ഒരു ബേസിക് ആണ്. ഇവിടെ ഈ ചാപ്റ്ററിൽ പറയുന്നതല്ല കേട്ടോ, കാര്യമായിട്ട് പറയണമെന്നില്ല. ഓക്കെ സർ, മനസ്സിലായി. അപ്പൊ ഏറ്റവും കൂടുതൽ സ്പീഡിൽ പോവാ സോളിഡ് കൂടെയാണ്, പിന്നെ ലിക്വിഡ് ആണ്, പിന്നെയാണ് എന്ത്? ഗ്യാസ്. പക്ഷെ നമുക്ക് എന്തുള്ളൂ? എയർ കൂടെ പോണ മാത്രം തൽക്കാലം നോക്കിയാൽ മതി. ദ്രാവകത്തോടെ പോകണം, പഠിക്കാണ്ട് കുറച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കി വെക്കാം. ഓക്കെ സർ, മനസ്സിലായി. ക്ലിയർ ആണോ? പറഞ്ഞത് ക്ലിയർ ആണോ? ഓക്കെ, സെറ്റാണ്. അങ്ങനെയാണെങ്കിൽ അപ്പൊ ബഹിരാകാശത്ത് പോയ ആളുകൾ കേൾക്കാൻ വേണ്ടി എന്ത് ഉപയോഗിക്കുക?
ബഹിരാകാശത്ത് പോയ ആളുകൾ എന്ത് ചെയ്യുന്നോ, അവരൊരു റേഡിയോ സാധനം ഉപയോഗിക്കും. ഇവിടെ ഇത് റേഡിയോ തരംഗങ്ങളെ വിടുക. റേഡിയോ തരംഗത്തിന് വേറെ വേവാണ് പഠിക്കും. അതിനെന്ത് വേണം, സഞ്ചരിക്കണം എന്ത് ആവശ്യമില്ല, മീഡിയ ആവശ്യമില്ല, എയറൊന്നും ആവശ്യമില്ല, അതല്ല തന്നെ പോകും. മനസ്സിലാവുന്നുണ്ടോ? സെറ്റാണ്, ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ സർ, സെറ്റാണ്. അതാണ് അവർ ഉപയോഗിക്കുക. എന്തുകൊണ്ട്? അവിടെ എന്തില്ല, അവിടെ വാക്വമാണ്, ശൂന്യതയാണ്, ഒന്നും ഇല്ലാത്തതുകൊണ്ട് അവിടെ സൗണ്ട് കേൾക്കില്ല. അപ്പൊ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി, സൗണ്ടിന് സഞ്ചരിക്കാൻ എന്താവശ്യമാണ്? മീഡിയ ആവശ്യമാണ്, അല്ലെങ്കിൽ മാധ്യമം ആവശ്യമാണ് എന്ന് മനസ്സിലായി. ക്ലിയർ ആണല്ലോ? അത് സെറ്റാണോ? ഓക്കെ സർ, സെറ്റാണ്, ക്ലിയർ ആണ്. അപ്പോ ഞാനൊരു ഏറ്റവും കൂടുതൽ സ്പീഡിൽ കൂടെ പോവുക, ഗരത്ത് കൂടെയാണ്, സോളിഡ് ആണ്. കാരണം എന്തുകൊണ്ടാണ്? ഞാൻ ഇവിടെ പറഞ്ഞു, ഞാനൊരു കമ്പി എടുത്തു കഴിഞ്ഞാൽ ആ കമ്പി 5 കിലോമീറ്റർ ഉണ്ടെങ്കിലും ഒരു 2 കിലോമീറ്റർ ഇവിടെ ഇടിച്ചു കഴിഞ്ഞാൽ അതൊരു കമ്പിയാണ് ചോദിച്ചു, ഞാൻ ഇവിടെ ഇടിച്ചു, ഇവിടെ എങ്ങനെ ചോദിച്ചെന്ന് ചെയ്യും, ഇവിടെ എങ്ങനെ കേൾക്കും. നിങ്ങൾ ബെഞ്ചിൽ അരച്ച് ബെഞ്ചിൽ ഇങ്ങനെ കൊട്ടുമ്പോ അപ്പുറത്തെ ആളെ ചെവി വെക്കാൻ അയാൾ ഇങ്ങനെ കേൾക്കാറുണ്ട്. ആ ബെഞ്ച് കുറച്ച് വലുപ്പല്ല ബെഞ്ചാണ്, എന്ത് ചെയ്യും, മുട്ടിയാൻ ചെയ്യും, അങ്ങോട്ട് കേൾക്കും. പക്ഷെ നമ്മൾ ഒരു പരിധി ഉണ്ട്, എയർ കൂടെ സംസാരിക്കുമ്പോൾ ഹലോ വേറെ കുറച്ച് അപ്പുറത്തേക്ക് കേൾക്കുള്ളൂ, വല്ലാതെ അപ്പുറത്തേക്ക് കേൾക്കുമോ, വല്ല മൈക്കും കാര്യം വെച്ചാലും കുറച്ച് അപ്പുറത്തേക്ക് കേൾക്കുള്ളൂ. പക്ഷെ അതിലാറ് സ്പീഡിൽ ഇതിലൂടെ പോകും, ഗരത്തിലൂടെ പോകും. ഓക്കെ സർ, സെറ്റാണ്, മനസ്സിലാവുന്നുണ്ട്, ഞങ്ങൾക്ക് ഓക്കെയാണ്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? എൻ്റെ മക്കൾക്ക് ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? നമ്മൾ എന്തൊക്കെ പഠിച്ചു? സൗണ്ട് എന്ന് പറഞ്ഞാൽ വൈബ്രേഷൻ ആണ്, കമ്പനങ്ങളാണ്. ഇത് സഞ്ചരിക്കാൻ എന്താ ആവശ്യം? സൗണ്ട് 20 ഹെർട്സിനും 20,000 ഹെർട്സിനും ഇടയിലുണ്ട് അല്ലേ? അത് മാത്രം 20,000 ഹെർട്സിന്റെ ഇടയിലുള്ള സൗണ്ട് മാത്രം ആർക്ക് കേൾക്കുള്ളൂ? ഹ്യൂമണിന് കേൾക്കുള്ളൂ, മനുഷ്യന്മാർക്ക് കേൾക്കുള്ളൂ. അതിനപ്പുറത്തുള്ള സൗണ്ട് ഇല്ല, മനുഷ്യന്മാർക്ക് കേൾക്കൂല എന്ന് പഠിച്ചില്ലേ? ആ സർ പഠിച്ചു. പിന്നെ നമ്മൾ എന്താ പഠിച്ചത്? അതിന് താഴെ സൗണ്ട് ഇൻഫ്രാസോണിക്, മേലെ സൗണ്ട് അൾട്രാസോണിക് സൗണ്ട്, ഇതൊക്കെ പഠിച്ചില്ലേ? പിന്നെ സൗണ്ട് സഞ്ചരിക്കാൻ എന്താ ആവശ്യമാണ്? മീഡിയ ആവശ്യമാണ്. മനസ്സിലാക്കിയോ സർ? മനസ്സിലാക്കിയോ? ക്ലിയർ ആണ്, സെറ്റാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈ ചാപ്റ്റർ പഠിക്കാനുള്ള ബേസിക് ഇത്ര മതി. ഇനി ചാപ്റ്റർ എടുക്കാൻ മനസ്സിലാവും. ക്ലിയർ ആണല്ലോ? ഇനി കുറച്ച് കാൽക്കുലേഷൻ, മാത്സിലെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവും. കാരണം സർ ഞങ്ങൾക്ക് ഫിസിക്സിലെ മെയിൻ പ്രശ്നം ഞങ്ങളെ മാത്സ് ആണ്, ഫിസിക്സിലെ മാത്സ് ആണ്. അത് ഞാൻ പഠിപ്പിച്ചത്. ഫിസിക്സിലെ മാത്സ് ഞങ്ങൾക്ക് എന്ത് ചെയ്യും? മാത്സ് പ്രയാസമാണ്, ഇതിനെന്ത് ചെയ്യണ്ട, നിങ്ങൾ ഫിസിക്സ് പ്രയാസാക്കണ്ട. ഫിസിക്സിലെ മാത്സ് ഞാൻ പറഞ്ഞുതരും. ഇവിടെ എന്തുള്ളൂ, ഇവിടെ ആ കുറച്ച് മാത്സ് പഠിക്കാനുള്ളൂ. ഇവിടെ ഈ ചാപ്റ്റർ വരുന്ന മാത്സ് ഇത്രേ ഉള്ളൂ. ഇപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ വരും 1/0.02. ഇതെങ്ങനെ ഡിവൈഡ് ചെയ്യാം? സിമ്പിൾ ആണ്. ഇത് ഡിവൈഡ് ചെയ്യാൻ പഠിക്കണം. ഇതേപോലത്തെ കണക്ക് ഞങ്ങൾക്ക് വരുള്ളൂ. ഇത് മാത്രം പഠിച്ചാൽ കേട്ടോ മാത്സിൽ ഇപ്പൊ ബേസിക്, ഫിസിക്സ് വേണ്ട ബേസിക്. എടാ ഇവിടെ നിങ്ങളെ പ്രശ്നം തന്നോ സർ? 0.02 എന്നത് പ്രശ്നമാണ്. പോയിന്റ് വന്നു കഴിഞ്ഞാൽ സിമ്പിൾ ആണ്, നോയിക്കോളൂ. ഈ പോയിന്റ് ഒഴിവാക്കാൻ നമ്മൾ എത്ര കൊണ്ട് ഗുണിച്ചാൽ മതിന്നോ? നോയിക്കോളുടെ മക്കളെ, നമ്മൾ ഇവിടെ നോക്കുക. അതായത് ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര അക്കുണ്ട്? 2 അക്കല്ലേ? അപ്പൊ 2 പൂജ്യം ആളെ കൊണ്ട് ഗുണിക്കുക. സർ മനസ്സിലായില്ല? 2 പൂജ്യം ആളോ? 2 പൂജ്യം ആള് 10, 100, 1000, 2 പൂജ്യം ആള് 100 അല്ലേ? അപ്പൊ 100 കൊണ്ട് ഗുണിക്കുക. എന്തുകൊണ്ടാണ് 100 കൊണ്ട് ഗുണിച്ചത്? പോയിന്റ് കഴിഞ്ഞിട്ട് 2 അക്കാണ്, അപ്പൊ 2 പൂജ്യം ആള്. 3 അക്കാണെങ്കിലും 3 പൂജ്യം ആള് 1000 കൊണ്ട് ഗുണിക്കുക. ഇവിടെ 1000 കൊണ്ട് 100 കൊണ്ട് ഗുണിച്ചാൽ മുകളിൽ നമ്മൾ എന്ത് ചെയ്യണം? 100 കൊണ്ട് ഗുണിക്കണം. ആ സർ ക്ലിയർ ആണ്. അപ്പൊ എങ്ങനെ ആൻസർ വരിക? അപ്പൊ 1 × 100, 100. താഴെ നിങ്ങൾ ഗുണിക്കാൻ വേണ്ടി പോകരുത്. കാരണം നമ്മൾ ഈ പോയിന്റ് ഒഴിവാക്കാനല്ലേ ഗുണിച്ചത്. ആ പോയിന്റ് ഒഴിവാക്കിയാൽ മതി, ഗുണിക്കൊന്നും വേണ്ട. പോയിന്റ് ഒഴിവാക്കുക, എന്ത് തരാം? 002. എടാ 002 പറഞ്ഞാൽ 2 എന്നല്ലേ? അപ്പൊ 100/2 എടാ 50. ആ സർ മനസ്സിലായി. സർ അങ്ങനെ വേറൊരു കണക്ക് കൂടി പറഞ്ഞിരി. അങ്ങനെ അടുത്ത് നോക്കിക്കോളൂ. അതായത് ഇതാ 0.004 അല്ലേ? നമുക്ക് എന്ത് ചെയ്യാം? 5 ആക്കാം. 5. സർ അപ്പൊ എങ്ങനെ ചെയ്യാം? എടാ ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര അക്കുണ്ട്? 3 ആള്. അപ്പൊ 3 പൂജ്യം ആളെ കൊണ്ട് ഗുണിക്കാം. അത് സർ 1000 ആണ്, ഞങ്ങൾക്കറിയാം 1000 ആണ്. അപ്പൊ 1000 കൊണ്ട് ഗുണിച്ചു. സർ താഴെ 1000 കൊണ്ട് ഗുണിച്ചാൽ മുകളിൽ എന്ത് ചെയ്യണം? സർ പറഞ്ഞിരുന്നു മുകളിൽ എന്ത് ചെയ്യണം? 1000 കൊണ്ട് ഗുണിക്കണം. അപ്പൊ എന്താ ആൻസർ കിട്ടുക? അപ്പൊ ആൻസർ 1 × 1000. ആ സർ മനസ്സിലായി. ബൈ ഇവിടെ പിന്നെ ഗുണിക്കാനൊന്നും പോകരുത്, പോയിന്റ് ഒഴിവാക്കിയത്. പോയിന്റ് പോക്കാൻ നമ്മൾ എന്ത് ചെയ്ത്? 1000 കൊണ്ട് ഗുണിച്ചത്. അപ്പൊ എന്ത് ചെയ്യാ? 0005 ആണ്. 5, 100, 1000/5 അത്രേ ഉള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? സെറ്റാണോ? ഇവിടെ എന്തുകൊണ്ട് 1000 കൊണ്ട് ഗുണിച്ചത്? ഇവിടെ പോയിന്റ് കണ്ട് 3 ആൾക്കാരുടെ 3 പൂജ്യം ആളെ കൊണ്ട് ഗുണിച്ചാൽ മതി. ആ സർ സെറ്റാണ്. അങ്ങനെയാണെങ്കിൽ ഇതെങ്ങനെ ചെയ്യാ? വളരെ സിമ്പിൾ ആണ്. വളരെ സിമ്പിൾ ആണ്, നോയിക്കോളൂ. അതായത് 5 അല്ലേ? 005 5 അല്ലേ? 5 എത്ര? 5. ഒരു 5 അപ്പൊ പോയി. പിന്നെ 1 5 ഉണ്ടോ? ഇല്ല. 10 എത്ര? 5 എടാ?
10ൽ 2 5. അപ്പൊ ആൻസർ എത്ര കിട്ടും? ഈ 2 പൂജ്യം എക്സ്ട്രാ അല്ലേ, 200 കിട്ടും. മനസ്സിലാവുന്നുണ്ടോ? എത്ര ആൻസർ കിട്ടി? 200. ആ സർ ക്ലിയർ ആണ്, മനസ്സിലായിട്ടുണ്ട്, ഞങ്ങൾക്ക് സെറ്റാണ്. ഈ ഒരു ബേസിക് ഉണ്ടല്ലോ, ഈ പോയിന്റ് ഒഴിവാക്കാനുള്ള ബേസിക്, ഇത് മാത്രമാണ് നിങ്ങൾ പഠിച്ചാൽ മതി. ഈ ചാപ്റ്റർക്ക് കുറഞ്ഞ കാൽക്കുലേഷൻ വരുന്നുള്ളൂ. ആ കാൽക്കുലേഷൻ നിങ്ങളെ പരാജയപ്പെടുന്ന സാധനം ഈ മാത്സ് ആണ്. ഇത് ക്ലിയർ ആണോ? ഇനി ചാപ്റ്റർ നമ്മൾ എടുക്കുമ്പോൾ സെറ്റ് ആയിക്കാരം, അടിപൊളിയായിക്കാരം. ഓക്കെ സർ, ഞങ്ങൾക്ക് സെറ്റാണ്, ക്ലിയർ ആയിട്ടുണ്ട്, അടിപൊളിയായിട്ട് മനസ്സിലായിട്ടുണ്ട്. ഓക്കെ, മക്കൾ എന്ത് ചെയ്യുക? ഡൗട്ട് ഉണ്ടെങ്കിൽ വീണ്ടും എന്ത് ചെയ്യുക? റിപ്പീറ്റ് ചെയ്തൊന്ന് കാണുക, അടിപൊളിയാക്കിയിട്ട് മനസ്സിലാക്കുക. അടുത്തത് എന്ത് ചെയ്യും? നമ്മൾ ഫിസിക്സിലെ ചാപ്റ്ററുമായിട്ട് വരും. അപ്പൊ അതുവരേക്കും എന്ത് ചെയ്യുക? നന്നായിട്ട് ഇരുന്ന് പഠിക്കുക. ഓക്കെ, വീണ്ടും കാണാം. ഒരു ഷോർട്ട് ബ്രേക്ക്.